നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. ഓരോ ദിവസം കഴിയും തോറും സാധനങ്ങളുടെയൊക്കെ വില പതിവ് മടങ്ങ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അതിനനുസരിച്ച് സാലറി കൂടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൺലൈനിലൂടെ പലതരത്തിലുള്ള ലോൺ ആപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് ലോൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓൺലൈനിലൂടെ ലോൺ എടുക്കുമ്പോൾ പാവപ്പെട്ട ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ 7 മിസ്റ്റേക്കുകളാണ്. ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഒരു പക്ഷേ ഓൺലൈൻ ലോണുകളുടെ വലിയ രീതിയിലുള്ള ട്രാപ്പിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നതാണ്. സോ അതിന്റെ വിശദാംശങ്ങളിൽ പോകുന്നതിന് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ലോണുകൾ, RBI അംഗീകൃത ലോണുകളുടെ ഒരു കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. RBI അംഗീകാരമുള്ള ലോൺ ആപ്പുകൾ മാത്രം ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്, നിരന്തരമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഓൺലൈൻ ലോൺ കെണി എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, എളുപ്പത്തിൽ പണം, പ്രത്യേകിച്ച് ഈട്, ജാമ്യം ഇങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ലാതെ 5 മിനിറ്റ്, 1 മിനിറ്റ്, 10 മിനിറ്റിന് ഉള്ളിലൊക്കെ ലോൺ തരുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ പറഞ്ഞ ഓൺലൈൻ ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇതിൽ നിന്ന് പണം നമുക്ക് ലഭിക്കും. 2, ഈടില്ലാത്ത വായ്പ. ഞാൻ പറഞ്ഞു, ജാമ്യമോ അല്ലെങ്കിൽ സ്വർണ്ണമോ അല്ലെങ്കിൽ സ്ഥലമോ ഒന്നും വേണ്ട. 3, വലിയ ചതിക്കുഴികൾ ഇതിന് പിന്നിലുണ്ട്. തിരിച്ചടവ് തെറ്റിക്കഴിഞ്ഞാൽ ഭീഷണിയും അപമാനവും പലപ്പോഴും സഹിക്കും. ഭയങ്കര അപമാനം എന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയർ ആണ് പല കമ്പനികളും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനികൾ താരതമ്യേന കുറവാണ്. അവരൊന്ന് വിളിച്ചിട്ട് നമ്മളോട് അടക്കണം, അടച്ചില്ലെങ്കിൽ സിബിലിൽ ഇതാക്കും, അപ്ഡേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ് പറയാം. എന്നാൽ ഈ RBI അംഗീകാരമൊന്നും ഇല്ലാത്ത ചില ആപ്പുകളിലേക്ക് സാധാരണക്കാർ പോയി പെടും. കാരണം കുറെ ആപ്പുകളിൽ നോക്കും, RBI അംഗീകൃത ആപ്പുകളിൽ നോക്കും, പക്ഷെ അവർക്ക് കിട്ടില്ല. കാരണം അവരുടെ സിവിൽ സ്കോർ കുറവായിരിക്കും, പലപ്പോഴും പല സ്ഥലങ്ങളിൽ ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാതിരിക്കും. അപ്പൊ മൊത്തത്തിൽ ഒരു സാമ്പത്തിക സെറ്റപ്പ് അവർക്ക് വളരെ മോശമായതുകൊണ്ട് അവർക്ക് ലോണുകളൊന്നും കിട്ടില്ല RBI അംഗീകൃത ആപ്പുകളിൽ നിന്ന്. അന്നേരം അവരെന്ത് ചെയ്യും? അംഗീകാരം ഇല്ലാത്ത ചില ആപ്പുകളൊക്കെ ഉണ്ടോ, അതിൽ നിന്നൊക്കെ കയറിയിട്ട് അവരെന്തെയും ലോൺ എടുക്കും. ലോൺ എടുക്കുന്ന സമയത്ത് അവരെന്തെയും വലിയ രീതിയിലുള്ള ഭീഷണികൾ പെടുത്തും. അതുപോലെ തന്നെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഇതിനകം കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും മിസ്റ്റേക്കുകൾ, 1-2 മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് വ്യാജ ആപ്പുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, RBI അംഗീകാരമില്ലാത്ത ആപ്പുകളിൽ നിന്ന് ലോൺ എടുക്കുന്നത്. വേറെ നിവർത്തിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ എല്ലാ RBI അംഗീകൃത ആപ്പുകളിൽ നിന്നും ലോൺ കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും കാശ് കിട്ടിയേ പറ്റൂ. കാശ് കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള അവസ്ഥയാകുമ്പോൾ എടുത്തു പോകുന്നതാണ്. പാവപ്പെട്ടവർ എടുത്തു പോവാണ്, സാഹചര്യം കൊണ്ട് എടുത്തു പോവുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഭീമമായിട്ടുള്ള പലിശ. ഇനി ഇങ്ങനെയുള്ളതിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ എന്റെ ദൈവമേ, 300% ഒക്കെയാണ് ഒരു പലിശയുടെ. അതായത് 1000 രൂപ എടുത്തു കഴിഞ്ഞാൽ 2000 രൂപ തിരിച്ചടക്കേണ്ടി വരും. ഒരു 2000 രൂപ എടുത്തു കഴിഞ്ഞാൽ 4000 രൂപയോ ചിലപ്പോൾ 6000 രൂപയോ തിരിച്ചടക്കണം. അത് ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ അത് 8000 ആവും, പിറ്റേ ദിവസം മടങ്ങി കഴിഞ്ഞാൽ അത് 10,000 ആവും. അങ്ങനെയുള്ള കൊള്ളപ്പലിശയാണ് ഇവരുടെ പരിപാടി. അതോടൊപ്പം തന്നെ സ്വകാര്യതയിലുള്ള അശ്രദ്ധ, ഡാറ്റ സെക്യൂരിറ്റി. അതായത് നമ്മൾക്കറിയില്ല, ഇപ്പൊ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഫോണിൽ ഇങ്ങനെ കാണിക്കും ആക്സസ് ടു ഗാലറി, ആക്സസ് ടു ക്യാമറ, ആക്സസ് ടു കോണ്ടാക്ട്, ആക്സസ് ടു ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കുള്ള ആക്സസ്, മാപ്പ്, ഇങ്ങനെയുള്ള കുറെ ആക്സസ് ചോദിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആക്സസ് നമ്മുടെ ഗാലറിയിലേക്കും കോണ്ടാക്റ്റിലേക്കുള്ള ആക്സസ് കണ്ടാൽ നിങ്ങളത് ടിക്ക് ചെയ്യരുത്. ടിക്ക് ചെയ്ത പണി കിട്ടും, ഉറപ്പാണ്. കാരണം വെച്ചാൽ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ കംപ്ലീറ്റ് ഈ ആപ്പിന് ഗ്രാബ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഗാലറിയിൽ സകലമാന ഫോട്ടോകൾ എടുക്കാൻ പറ്റും. അപ്പൊ ഈ കോണ്ടാക്ട് നമ്പറും ഗാലറിയും കിട്ടിയല്ലോ, ഈ ഗാലറിയിൽ നിന്ന് നിങ്ങളുടെ ഫോട്ടോകൾ കിട്ടും. ഈ ഫോട്ടോ വെച്ചിട്ട് ഇവർ മോർഫ് ചെയ്ത് നിങ്ങളുടെ കോണ്ടാക്റ്റിൽ നിന്ന് കിട്ടിയ നമ്പറുകൾ എടുത്തിട്ട് ഇവരെന്ത് ചെയ്യും? ആ നമ്പറുകളിലേക്ക് കംപ്ലീറ്റ് ബൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ആയി, ബൾക്ക് മെസ്സേജിങ് അവർ ചെയ്യും. ഏത് മോർഫ് ചെയ്ത ഫോട്ടോ, ഇവൻ കുറെ ലോൺ എടുത്ത് പറ്റിച്ചിരിക്കുകയാണ്, ഇവൻ ഇങ്ങനെ ചെയ്തു, ഇവൻ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഫോട്ടോ. അപ്പൊ നമ്മൾക്ക് ആകെ മാനസിക ടെൻഷനും വിഷമങ്ങളൊക്കെ ആവും. അപ്പൊ ഇതാണ് അവസ്ഥ. ഇതാണ് ഇവർ പറ്റിക്കുന്ന മെയിൻ ആയിട്ടുള്ള മാർഗം. അപ്പൊ കോണ്ടാക്ട് ആക്സസും ഗാലറി ആക്സസും ഇത് രണ്ടും വലിയ പ്രശ്നമുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും. എത്ര എമൗണ്ട് ലോൺ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ തിരിച്ചടച്ചാലും തീരാത്തത്രയും വലിയ മാനഹാനിയാണ് ഈ പറഞ്ഞ സംഭവങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. മറ്റുള്ളവർക്ക് അതൊരു സഹായകരമായിട്ട് മാറും. അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യും. അതോടൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടം, ഫൈനാൻഷ്യൽ ലോസ്. ലഭിക്കുന്ന തുക ഒരു 5000 രൂപയായിരിക്കും, കൈ കിട്ടുന്നത് 3500 രൂപയെ കിട്ടുള്ളൂ. ബാക്കി 1500 എവിടെ പോയി? ഞങ്ങളുടെ പ്രോസസിങ് ചാർജ്, GST അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഡിസ്ബഴ്സ്മെന്റ് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് കട്ട് ചെയ്യും. അപ്പോൾ 1500 അവിടെയും പോയി. 5000 രൂപയുടെ ലോൺ നമുക്ക് 3500 കിട്ടിയുള്ളൂ. ഇനി തിരിച്ചടക്കുന്ന സമയത്തോ 8500 രൂപ നമ്മൾ തിരിച്ചടക്കണം. അപ്പൊ കാലാവധി ആകെ 7 ദിവസം. 7 ദിവസം കൊണ്ട് 8500 രൂപ നമ്മൾ തിരിച്ചടക്കണം എന്ന് അവർ പറയും. എന്താ അവസ്ഥ അല്ലെ? മൊത്തം നഷ്ടം 5000 രൂപയ്ക്ക് 3000 പ്ലസ് നമുക്ക് അധിക ബാധ്യത നമുക്ക് അതിന്റെ മേളിലേക്ക് നമുക്ക് വന്നു. 5000 രൂപയ്ക്ക് 1500 അവിടെ തന്നെ 5000 കിട്ടിയിട്ടുമില്ല. 1500 കുറഞ്ഞിട്ടാണ് 3500 കിട്ടിയത്. 8500 തിരിച്ചടക്കുകയും വേണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവരുണ്ടാക്കി വെക്കുന്നത്. ഇവർക്കറിയാം, ഇവർക്കത്
8500. കുറെ ആൾക്കാർ തിരിച്ചടക്കില്ല. കുറെ ആൾക്കാർ ടെക്നിക്കുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഫോണിൽ കോൺടാക്ട് ഉണ്ടാവില്ല, ഗാലറി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആരുടെങ്കിലും ഫോട്ടോ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതേപോലെ തന്നെ കോൺടാക്ട് നമ്പറിൽ ഒരു 3-4 കോൺടാക്ട് ഉണ്ടാവുള്ളൂ. എന്നിട്ട് വരുന്നത് അങ്ങനെയുള്ള കുറെ നമ്പറും ഫേക്ക് നമ്പറൊക്കെ എടുത്തിട്ട് അതിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് പറ്റിക്കും. അവരെയും പറ്റിക്കും, അവന്മാരെയും പറ്റിക്കുന്ന ടൈപ്പ് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ആ പൈസക്ക് തിരിച്ചു പിടിക്കാൻ ഇങ്ങനെയുള്ള 3-4 ആൾക്കാരെയൊക്കെ പിടിച്ചിട്ട് ഇവരിൽ നിന്ന് മൊത്തം ഈടാക്കും. ഇതൊക്കെയാണ് പരിപാടി. ഒരു 10 ആൾക്കാർ ലോൺ എടുക്കുമ്പോൾ 2 ആൾക്കാരിൽ നിന്ന് ഒരിക്കലും അവർക്ക് തിരിച്ചു കിട്ടില്ല, ബാക്കി 8 ആൾക്കാരിൽ നിന്ന് തിരിച്ചു കിട്ടും. അവരെ ഭീഷണിപ്പെടുത്തിട്ട് ഒരുപാട് എമൗണ്ട് വാങ്ങിക്കും. ഇനി 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം 8500 10,000 ആവും. അങ്ങനെയാണ്, അങ്ങനെയുള്ള ഇടപാടുകൾ ഇവർ നടത്തും. നെക്സ്റ്റ്, പരിഹാര മാർഗ്ഗങ്ങൾ. ഒന്നാമത്തെ സൊല്യൂഷൻ സൈബർ ഹെൽപ്പ് ലൈൻ ആണ്. 1930 തട്ടിപ്പിനിരയാൽ അപ്പം തന്നെ വിളിക്കുക. ഫേക്ക് ലോൺ ആപ്പിൽ നിന്ന് നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തട്ടിപ്പിനിരയായി നിങ്ങൾ ഉറപ്പിക്കുക. ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ 1930 കോൺടാക്ട് ചെയ്യുക. RBIയുടെ പോർട്ടൽ ഉണ്ട്. അംഗീകാരമില്ലാത്ത ആപ്പുകൾക്കെതിരെ പരാതി കൊടുക്കുന്ന RBIയുടെ പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ എപ്പോഴും ചെക്ക് ചെയ്യണം. ലോൺ എടുക്കും മുമ്പ് സിബിൽ പരിശോധിക്കുക, കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അറിവാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കോണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോകളൊക്കെ നോക്കുക, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഓൺലൈൻ ലോണുകൾ എടുക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് പരിശോധിക്കുക. സുരക്ഷിതമായിട്ട് മാത്രം സാമ്പത്തിക ഇടപാടുകൾ നടത്തുക. ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ പുതിയ അറിവാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ടാവും, അവർക്കൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവർക്കൊക്കെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത്. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി, സൈനിങ് ഓഫ്. ബൈ.